അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഗ്ലോബൽ വില്ലേജിലേക്കാണ്. ഇപ്പോൾ ഗ്ലോബൽ വില്ലേജിൻ്റെ എൻട്രൻസിലേക്കാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് പിന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇപ്പോൾ 4 മണി ആയിട്ടുണ്ട്. 4 മണിക്കാണ് ഇവിടെ ഓപ്പണിങ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇപ്പോൾ ക്യൂ നിൽക്കുകയാണ് കേട്ടോ. ഇന്ന് വീക്കെൻഡും കൂടി ആയതുകൊണ്ട് ഒരുപാട് ജനങ്ങളുണ്ടെന്ന്, ടൂറിസ്റ്റുകളായിട്ട് വന്നതും പിന്നെ ഇവിടെ റെസിഡൻസ് ആയിട്ട് വർക്ക് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇന്ന് ലീവ് കിട്ടിയതല്ലേ, ഫാമിലിയായിട്ടും കുട്ടികളൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ഇപ്പോൾ ഒരു നല്ലൊരു ചെറിയൊരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ആ കാർമേഘത്തിൻ്റെ മൂടലാണ് ഈ കാണുന്നത്. എത്രത്തോളം ക്ലിയർ ആകുന്നുണ്ടെന്ന് അറിയുന്നില്ല. അപ്പോൾ ഇതാ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് എൻട്രൻസിൻ്റെ ഉള്ളിലേക്ക് കയറിട്ടോ. ഒരുപാട് ഫാമിലി കുട്ടികൾ എല്ലാം ആയിട്ട് അടിച്ച് പൊളിക്കാൻ വേണ്ടി കംപ്ലീറ്റ് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. ഒരുപാട് ജനങ്ങൾ കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തട്ടൽ മുട്ടല. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ഫാമിലി ഉണ്ട്. ഈ ഫാമിലി റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെ ഈ കയ്യിൽ ക്യാമറ ഇതൊക്കെ കണ്ടതിന് ശേഷം മൂപ്പര് വിചാരിച്ചിട്ടാണ് നമ്മൾ ഭയങ്കര ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ എന്ത് ചെയ്ത് പോലെ ക്യാമറ ഒക്കെ തന്നിട്ട് ഞങ്ങളെ കൊണ്ട് അവരെ ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ടോ. കുഴപ്പമില്ലാത്ത കോലത്തിൽ നമ്മളെ ചെറുക്കാനുണ്ട്, നമ്മളെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഉഷാറായിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന കണ്ടില്ല, ഇതൊക്കെ ഇവിടുത്തെ കച്ചവടമാണ് കേട്ടോ. ഈ നിന്നിട്ട് ചെയ്യുന്ന പോപ്കോണ് അതുപോലത്തെ സംഭവം വിൽക്കുന്നതാണ് കേട്ടോ. എല്ലാം അതിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡിലാണ് സ്ട്രീറ്റ് കച്ചവടമാണെങ്കിൽ തന്നെ ഇവർ ചെയ്യുന്നത് ഇവിടെ. ഇതിൻ്റെ ഉള്ളിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ പവിലിയൻസ് ആണ്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ കൺട്രീസിൻ്റെ പവിലിയൻസ്, അവിടെ ട്രഡീഷണലായിട്ട് കിട്ടുന്ന കാര്യങ്ങളും പിന്നെ അതുപോലെ അവരെ പ്രൊഡക്റ്റുകൾ കാര്യങ്ങൾ അത്തരത്തിലുള്ള സംഭവമാണ് കേട്ടോ ഇവിടെ ഓരോ പവിലിയനിൽ ഉള്ളത്. ഇപ്പോൾ നമ്മൾ കയറി ചെല്ലുന്നിടത്ത് തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ വരുന്നത് ഇന്ത്യൻ പവിലിയനാണ് വരുന്നത്. പിന്നെ ജോർദാൻ ഉണ്ട്, പിന്നെ അതുപോലെ US ഉണ്ട്, യൂറോപ്പ് ഉണ്ട്, ഇറാൻ ഉണ്ട്, ഇറാഖ് ഉണ്ട്, സിറിയ ഉണ്ട്, UAE ഉണ്ട്, ഖത്തർ ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്. പിന്നെ ഇതത് കണ്ടില്ലേ, ഇതൊക്കെ ഓരോ രാജ്യത്തിൻ്റെ പവിലിയൻസ് ആണ് കേട്ടോ കാണുന്നത്. ഇതൊക്കെ ഈ ഒരു സീസണിന് വേണ്ടിയിട്ട് കെട്ടിണ്ടാക്കിയതാണ് കേട്ടോ. ഭയങ്കര സംഭവം തന്നെ. ജനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുത്തനെ ഓടുകയാണ് എല്ലാവരും. പിന്നെ ഇവിടുത്തെ ഓരോ ആർട്ട് ആ എൻജിനീയറെ കഴിവാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ നാടിൻ്റെ തനിമേനെ വിളിച്ചു വളർത്തുന്ന ഒരു സംഭവമാണ് ഈ കാണുന്നത്. ഓരോ നാട്ടിലെ ട്രഡീഷണലായിട്ടുള്ള അവരുടെ മെയിൻ ഫേമസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടാണ്. പിന്നെ കുറേ ഫുഡിൻ്റെ കിയോസ്കുകളുണ്ട് ഇവിടെ. കട്ടമാനം ഫുഡിൻ്റെ കിയോസ്കുണ്ട് കേട്ടോ. ഇതിനുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തുള്ള എല്ലാ രാജ്യത്തിൻ്റെയും ഫുഡ് ഇവിടുന്ന് കഴിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ചിങ്ങനെ ഇവിടെയൊക്കെ കണ്ടുനിന്ന് ഇതിൻ്റെ മുന്നിൽ നിന്ന് ഞങ്ങൾ 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് ഇതൊക്കെ ലാൻഡ് നിൽക്കുന്ന നല്ല ചിറകൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇതുണ്ട്. ഇറാഖിൻ്റെ മുന്നിലാണ് ആ സംഭവം ഉള്ളത് കേട്ടോ. അവരുടെ നാട്ടിൽ ഏതോ പഴയ രാജാവിൻ്റെ ഫോട്ടോ ഒക്കെ ആണ്. പിന്നെ നേരെ ഇപ്പം കണ്ടില്ല, അത് ഇന്ത്യൻ പവിലിയനാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ലാസ്റ്റാണ് കയറിയത്. പിന്നെ ഒരുപാട് ഇതുണ്ടല്ലോ, പല രാജ്യങ്ങളെ ഫുഡ്. ഇത് ഈജിപ്തിൻ്റെ ആണ് കേട്ടോ. ആ മമ്മി പിരമിഡ് അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. ഓരോ നാട്ടിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ടാവും. പിന്നെ ബലൂൺ കച്ചവടം ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഉത്സവത്തിനൊക്കെ പോയ പിന്നെ അവിടെ ഒരു ആൾ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ മുന്നിൽ. ഇതൊന്ന് ജ്യൂസായിട്ട് അതിൻ്റെ ഉള്ളിൽ. അതിന് ഒരു ഗ്ലാസ്സിന് 10 ദിർഹംസായിട്ടാണ്. നമ്മൾ വാങ്ങി കുടിച്ചിട്ടില്ല, കാരണം നമുക്ക് അറിയില്ലല്ലോ. ഇവിടെ എന്തും വൻ റേറ്റാണ് കേട്ടോ. ഒരു ബോട്ടിൽ വെള്ളത്തിന് പുറത്ത് ₹1 കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ₹5 ₹10 കൊടുക്കേണ്ടി വരും. അപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മളൊന്നും കഴിക്കാനൊന്നും നിന്നിട്ടില്ല. പിന്നെ നമുക്ക് എന്തായാലും കഴിക്കണം. ഇന്ത്യൻ പവലിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു അഫോർഡബിൾ പ്രൈസിന് സാധനം കിട്ടും കേട്ടോ. എന്നിട്ടില്ല, മമ്മിയൊക്കെ എന്ത് ലുക്കല്ലേ, വേറെ ലെവൽ തന്നെ. അത്ര വലിയ മമ്മിയൊക്കെയാണ്. ഇത് മറ്റേ ബുർജുൽ അറബ് മാതിരി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബഹ്റൈൻ്റെതാ, തുർക്കീൻ്റെ അപ്പുറത്തുണ്ട്. ഇത് ഞാൻ ഉള്ളിലേക്ക് അധികം കയറിയിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണിക്കാൻ പറ്റില്ല. കാരണം ഒരു പവലിയൻ്റെ ഉള്ളിൽ പോയാൽ തന്നെ കംപ്ലീറ്റ് ഞാൻ എടുക്കേണ്ടി വരും. കാരണം അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ മുന്നിലേക്ക് ഇങ്ങനെ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇത് മറ്റേ മ്യൂസിയത്തിൽ പോയ മാതിരി കാണിച്ചു തരേണ്ടി വരും അതിൻ്റെ ഉള്ളിൽ കയറുകയാണെങ്കിൽ. കുവൈത്തിനെ കണ്ടില്ല, കുവൈത്തിനെ ആ പള്ളീൻ്റെ ഒക്കെ മിനാരൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അവർ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഓസ്ട്രേലിയൻ്റെ മറ്റേ
ഒരു ലോകാത്ഭുതപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഇതാണ് കേട്ടോ. താജ്മഹൽ അല്ലത്, താജ്മഹൽ പോലെ വേറെന്തോ സാധനമാണത്. എന്തോ നെയിം ഇട്ടിരുന്നു അവിടെ, ഞാൻ കറക്റ്റ് നോക്കിയിട്ടില്ലേ. പിന്നെ അത് നോക്കിയാ എന്ത് രസാ നോക്കിയാ, ഏതാല്ലേ അല്ല ജനങ്ങളിങ്ങനെ ഒഴുകാണ്, ഒഴുകിയിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ, ഒറ്റിട്ട് മുട്ടിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ല ചില സമയത്ത്. പിന്നെ എല്ലാ സൗകര്യവും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ ഈവൻ നമുക്ക് വാഷ്റൂം, പിന്നെ അതുപോലെ ഫുഡ് കോർട്ട്, പിന്നെ പ്രെയർ, അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇതൊക്കെ എന്ത് രസമുണ്ട്, ആടിനെ പോലെ ചെടീനെ വെട്ടി നോക്കിയാൽ ഓരോ കലകളും എന്ത് രസമാണ്. ഇത് ദുബായ് നമ്മളെ ജബലാലി റൂട്ടിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്ന ഗ്ലോബൽ വില്ലേജ്. ഇത് പച്ചാളത്ത് പാകിസ്ഥാനാണ് കേട്ടോ. റാവൽപിണ്ടി എക്സ്പ്രസ് ഒക്കെ ഉണ്ട് അതിൻ്റെ മുന്നിൽ, തീവണ്ടിയൊക്കെ വരച്ചിട്ടിങ്ങനെ. പിന്നെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ പോകുമ്പോൾ നമ്മളുടെ കരോളിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു, ക്രിസ്മസ് ഒക്കെ അല്ലേനോ, അതിൻ്റെ പരിപാടി ഉണ്ട്. എന്ത് രസമാണ് അറിയാം. അപ്പോൾ അങ്ങോട്ടുള്ള പിന്നെ ചങ്ങായിമാരൊക്കെ യൂറോപ്പ് സ്റ്റൈലിൽ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി വൈബായിരുന്നു. ഇത് 4 മണിക്കാണ് കേട്ടോ ഇവിടെ ഓപ്പൺ ആവുക. ഇതാ വരുന്നത്, ഇതാണ് ഒരു ഡാൻസ് ആയിട്ട് വരുന്നത്. ഇവിടെ അടിപൊളിയായിട്ട് വലിയ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. ക്രിസ്മസിൻ്റെ സ്പെഷ്യലായിട്ടുള്ള അവരെ ഇതുണ്ടാവുമല്ലോ, കരോള് നാട്ടിലൊക്കെ നമ്മൾ കൈമുട്ടി കളിക്കില്ലേ, ഇതൊരു വെറൈറ്റി ആയിട്ട് ഇവിടെ വലിയ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ ഒരു വെച്ചിട്ടുണ്ട്. എന്താ ജനങ്ങളറിയാം, ഒഴുകാണ് ജനങ്ങളെ കൊണ്ടുപോയി. ഇവിടെ മാരക ഡാൻസാണ്. ഇനി ഒരു കുറച്ചു നേരം നല്ല പാട്ടൊക്കെ ഇട്ടിട്ടേ വേറെ ലെവല് എല്ലാവരും ഇതാ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി പറയാം. കൂട്ടത്തോടെ എല്ലാവരും ഒത്തൊരുമിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഡാൻസ് തുടങ്ങും. ഇതൊക്കെ സ്റ്റാർട്ടാവേ ട്രയൽ നോക്കണം. എന്ത് ഷൂ ആണ് ഇവർ ഇട്ടറിയില്ല. തുടങ്ങി. ഇതൊക്കെ കാണാൻ മക്കളങ്ങൾ ഈ ഗ്ലോബൽ വില്ലേജിൽ തന്നെ പോരുട്ടോ. 30 ദിറംസാണ് കേട്ടോ ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. 30 ദിറംസിൽ നമുക്ക് ഇത് കംപ്ലീറ്റ് കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ഗെയിം സെക്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കയറണമെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. പിന്നെ അതിന് മുന്നിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏതായാലും ഇവൻ്റെ ഡാൻസ് ഫുഡ് അടിക്കാം. അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. എന്തായാലും ഭയങ്കര വൈബാട്ടത്. വൈകുന്നേരം എല്ലാവരും അറബികളാണെങ്കിലും എല്ലാവരും നോക്കിന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. പൊളി വൈബ്. പപ്പാളി എന്നൊക്കെ പറയില്ലേ, സംഭവം നേക്കന്നെ കേട്ടോ. എന്ത് രസമാണ്. അതുപോലെ ഷൂ ഒക്കെയാണ്, മറ്റേ തോണിയിൽ കാലിട്ടാൻ വേണ്ടിയുണ്ട്. അതൊക്കെ ഇട്ടിട്ട് ഇതിൽ എങ്ങനെയല്ലേ ഈ കളിക്കുന്നത്. ഏതോ ഡാൻസ് അറിയാം. ഡാൻസ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി കേട്ടോ. അതുപോലെ നല്ല ചിരിച്ച് കമ്പനി എല്ലാവരായിട്ട് ഭയങ്കര കൈയൊക്കെ കൊടുത്ത് ഭയങ്കര വൈബാണ്. പിന്നെ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാണ് കേട്ടോ. മയം കൂടിയും പെയ്തതാണ്, ഭയങ്കര തണുപ്പാണ്. ഈവനിങ് ഒക്കെ പോയി വാക്ക് ചെയ്ത് കാണുന്ന ആൾക്കാർ, പോകുന്ന ആൾക്കാർ എന്തായാലും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോയിക്കോളിട്ടോ. എന്ത് രസമാണ് ഇവര് കളിക്കുന്നത്. ഇതൊക്കെ കാണാം ദുബായ് തന്നെ, വേറെ വൈബാണ്. അങ്ങനെ കഴിച്ച് ഞങ്ങളിതൊക്കെ കണ്ട് ഇനിയുണ്ട് ഒരുപാട് കാണാൻ കിടക്കുന്നുണ്ടോ. യൂറോപ്പ് പകുതിയുണ്ട്, തുർക്കി ഉണ്ട്, കൊറിയ ഉണ്ട്, ചൈന ഉണ്ട്. ഒരുവിധം രാജ്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നാട്ടിലൊക്കെ ഇങ്ങനെ ആയിക്കോട്ടോ സംഭവം. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തിൻ്റെ കൾച്ചറും നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഒരുപാട് വെറൈറ്റി മനുഷ്യന്മാരെയും കാണാം. യൂറോപ്യൻസിനെയും പിന്നെ അതുപോലെ ഏഷ്യയിലുള്ള മറ്റേ നമ്മൾ കാണാത്ത സ്ഥലത്തുള്ളതൊക്കെ കാണാം ഇവിടെ. വലിയ ട്രീ ആണ് കേട്ടോ. ഓൻ കളരിയൊക്കെ പഠിച്ചിക്കണോ നീ അതാ ചാട്ടോ. കയറി വെക്കണോ സംഭവം എന്തായാലും പൊളി തന്നെ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടാ ഗൈസ് ഞങ്ങൾ UAE പവലിയൻ്റെ മുന്നിൽ കൂടെ പോകാൻ കേട്ടോ. കാരണം ഭയങ്കര ക്രൗഡ്, അതിൻ്റെ മുന്നിൽ കൂടെ നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ ഒതുങ്ങി പോവുകയാണ്. ഇവിടെ ഈ ഇത് കണ്ടില്ലേ, ഈ ഒരു കൂടിനുള്ളിൽ കുറേ ആൾക്കാർ നിൽക്കുന്നത്, അത് സിഗരറ്റ് വലിക്കാനായിട്ടുള്ളൊരു പ്രത്യേക സ്ഥലമാണ് കേട്ടോ.
പിന്നെ ഇവിടെ മക്കളൊരു പരിപാടി ഉണ്ട്, നമ്മൾ യൂട്യൂബിനും മറ്റേ ചാനലിലൊക്കെ വരുന്ന ഒരു പരിപാടിയാണ്. ഇതിൽ കയറണമെങ്കിൽ ഇതാ കിഡ്സ് തിയേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. നല്ല വൈബ്, നല്ല രസമുണ്ട് അത് കാണാൻ. പക്ഷെ നമുക്ക് ലൈക്കാവില്ല, കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ലൈക്കാവും. പിന്നെ ഇത് ഫുഡ് സ്ട്രീറ്റ് ആണ്. പിന്നെ ഇതാ ഈ പേപ്പറൊക്കെ വെച്ചില്ലേ, കലീസ് ടൈംസ്. ഇത് പേപ്പറല്ല, ഇത് ടൈല് പോലെ അത് ക്രിയേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയാണോ. ടൈലാണ് ആ വരുന്നത്, അതിന് പ്രിൻ്റാണ്. അവിടെ ഒന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അത് നമ്മൾ ഡി പിയിലും ഫേസ്ബുക്കിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുത്താണ്, ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഇതാ സ്ട്രീറ്റിൽ കൂടെ ഞങ്ങൾ ഫുഡൊക്കെ ഇങ്ങനെ പാലതാണ്, തുർക്കിഷ് ഐസ്ക്രീം മറ്റേ ഇങ്ങനെ പൊട്ടിച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, കറക്റ്റ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഷവർമ ഒന്നും കിട്ടാത്തതല്ല. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല പുറത്ത് കൊടുക്കുന്നതിനെക്കാട്ടും വലിയ പൈസ കൊടുക്കണം ആ സെയിം സാധനത്തിനൊക്കെ. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. എൻ്റെ പൈസ ഉള്ളവരൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ഭക്ഷണം കഴിച്ച് വന്നുകൊണ്ട് പിന്നെ വിശപ്പില്ല, പിന്നെ അതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ ശ്രീലങ്കൻ്റെ ബംഗ്ലാദേശിൻ്റെ അവർ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ, രണ്ടാളും ഒന്നിച്ചാണ് ഒരു പവലിയൻ തുടങ്ങിയത്. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ചെറിയ രാജ്യങ്ങളല്ലേ. പിന്നെ നമ്മൾ ഈ സ്ക്വയറിലെത്തിയിട്ടുണ്ട്. അവിടെ ഡാൻസർ സോൺ, അതൊരു ഇതാണ് കേട്ടോ, ഒരു ഗെയിമാണ്, ഒറിജിനലായിട്ടുള്ള ഗെയിം. അതിനുള്ളിൽ കയറിക്കുന്ന 15-20 മനുഷ്യർക്ക് കയറിക്കുന്നത് അവിടെ അരമണിക്കൂറോളം കാണാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിരുന്നു, അത് ഭയങ്കര രസമായിരുന്നു. സെപ്പറേറ്റ് ഈ യൂറോപ്യൻസാണ് ചെയ്യുന്നത്. ഇത് ഇവിടെ ഇതുണ്ടോ, അതിൻ്റെ ഷോർട്ട് ടൈം 6:10, 7:10, 9:10 ഇങ്ങനെയാണ് ഷോ. ഇത് ഇവിടെ വന്നിട്ട് ജ്യൂസിൻ്റെ പരിപാടിയാണ്, ജ്യൂസ് കൊടുക്കുന്നുണ്ട്. പിന്നെ സിറിയൻ്റെ ഇതാട്ടോ അടിച്ച് പൊട്ടിക്കണത് അവർ ഐസ്ക്രീമിൻ്റെ. ഇവിടെ ഇടക്കാരെ പാട്ടും വൈത്തൊക്കെ ആയിട്ട് ഇവിടെ വേറെ നാട്ടിലത്തെ പോലെ തട്ടുകടയിലൊക്കെ ഉണ്ടാകുന്ന ഒച്ചപ്പാടൊക്കെ ഉള്ളത്. അത് എല്ലാവരും ഫാമിലി കുട്ടികളൊക്കെ എല്ലാവരും എൻജോയ് ചെയ്തിട്ട് അവിടെ. ഇതൊരു സ്റ്റേജാണ് കേട്ടോ, നേരെ നേരത്തെ ഒരു പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ പ്രയർ ടൈം കഴിഞ്ഞിട്ട് വേറെ പരിപാടി അവിടെ ചാലു ആകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒക്കെ ഒന്ന് പോയി നോക്കണം. പിന്നെ ഞങ്ങൾ പോകാൻ ചോദിച്ചത് അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. അവിടെ ഒരുപാട് ഊഞ്ഞാൽ പിന്നെ അതുപോലത്തെ സംഭവങ്ങളുള്ള ഒരു ആക്ടിവിറ്റീസ് ഉള്ള ഒരു സംഭവമാണ്. ആ ഏരിയയിലേക്കാണ് ഇനി അങ്ങോട്ട് വേണ്ടോ പോകുന്നത്. ആ പോകുന്ന പോക്കിൽ മഗ്‌രിബായി, പിന്നെ രാത്രിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ക്ലിയർ ആകുന്നുണ്ട് എന്ന് അറിയില്ല, മാക്സിമം ക്ലിയർ ആക്കി. പ്ലാനൊക്കെ അങ്ങനെത്തോന്നാണ് കേട്ടോ അവിടെ കൊടുത്തത്. അപ്പോൾ ഗൈസ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ആദ്യം കയറിയിട്ടുണ്ട്, സ്റ്റേജിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന കുറച്ച് പേർക്കും കയറി. അപ്പോൾ ഒരു അറബി വന്ന് പറഞ്ഞു ഈ എൻട്രി ഓൺലി ഫാമിലിയാണ്, ബാച്ചിലേഴ്സിന് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ കയറാൻ പറ്റുന്നത്. ഞങ്ങൾ സത്യായി അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടോ. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ നേരെ ഗെയിം സെക്ഷനാണല്ലോ അവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി അമേരിക്കാൻസ് കണ്ടില്ലേ, ഒരുപാട് പരിപാടികളാണ് കേട്ടോ. എത്ര ഫാമിലീസും കുട്ടികളും, എന്ത് രസമറിയോ, ഭയങ്കര വൈബാണ് മക്കളെ. ഇത് കൊറിയൻ, ഇത് ചൈന, ഇത് കൊറിയൻ്റെ ഇതാണ് കേട്ടോ. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കി. പക്ഷെ കൊറിയയിൽ വരുന്നത് ആകെ കോസ്മെറ്റിക്സിൻ്റെ ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ, ഈ ബോഡിയിലേക്ക് ഉപയോഗിക്കുന്ന ഐറ്റംസാണ് കൂടുതൽ അവിടെ ഉള്ളത് കൊറിയൻ പവലിയനിൽ. നമുക്ക് പറ്റൊന്നുമില്ല, കൂടുതൽ പെണ്ണുങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഞങ്ങൾ വേറെ ഇറങ്ങി ഇങ്ങോട്ട്. പിന്നെ നമ്മളെ പോണ പോക്കിൽ അവിടെ ഒരു ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്, നല്ല അടിപൊളി ഷവർമയും ചായയും ജ്യൂസൊക്കെ കിട്ടുന്നതാണ്. ഞാനൊക്കെ വാങ്ങി കുടിക്കുന്നുണ്ട്. പിന്നെ ഇമറാത്തി ഫുഡ് ഇത് അവിടെ കിട്ടും. മറ്റേ ഇവരെ ട്രഡീഷണൽ ഫുഡാണ് ലിക്കിമാത്ത് എന്ന് പറയും. നമ്മൾ ഉണ്ണിപ്പം പോലെ, ഉണ്ണിപ്പത്തിൻ്റെ ചെറുത്, നമ്മൾ ഈ മറ്റേ എന്താണ് ഈത്തപ്പായ സിറപ്പൊക്കെ ഒഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തിന്നാണ് ഒരു സംഭവമാണത്, സ്റ്റിക്കിൽ കുത്തിയിട്ട്. പിന്നെ ഇതാ വിമാനത്തിൽ ഇതാ പോണേ. ഇത് വിമാനത്തിൽ പറക്കണ പോലത്തെ ഗെയിംസാണ് കേട്ടോ. അത് കുറേ ആൾക്കാർ അതിൽ കയറിയിട്ട് ഒറ്റപ്പാടും മുകളൊക്കെ ഉണ്ട്. സംഭവം തന്നെ ഗെയിം നോക്കിയാൽ ഇതൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഊഞ്ഞാലാണല്ലോ. ഇങ്ങനെ സാധനമൊക്കെ കൊണ്ടുവരും മേലോട്ട് കണ്ടവർക്ക്. അതിങ്ങനെ ഒരു ഒറ്റ വെച്ചതാകട്ടെ. അതൊക്കെ കണ്ട് പിന്നെ അടുത്ത സെക്ഷനിലേക്ക് ഇതാ കൊണ്ടുവരുന്ന
കുറേ പെണ്ണുങ്ങളാണ്, ഈ അറബി പെണ്ണുങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ കിട്ടുന്നത്. ഇതൊരു ഒറ്റ വെച്ച് വരാണ്ടല്ലോ, മൂക്കം മേലെ എത്തിയത്. ഇതാ അത്യാവശ്യം ഐറ്റുന്നുണ്ട്, നല്ല ഐറ്റാണ്. എങ്ങനൊക്കെയാണിത്? അതാ തിരിച്ചു വന്നിട്ടോ, അതിൻ്റെ കൂടി കട്ടായി പോയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞതാ ഗൈസ്, ഇത് വേറൊരു സെക്ഷനാണ്, ഗെയിം ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. എന്തായാലും ദുബായിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ വിസിറ്റിനൊക്കെ വരുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് വന്നുകാണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിക്കോട്ടെ. ഇപ്പോൾ ഇനി 6 മന്ത് ഉണ്ടാവും, ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുള്ളൂ ഗ്ലോബൽ വില്ലേജ്. ഇപ്പോൾ നല്ല തണുപ്പാണ്. പിന്നെ ഇപ്പോൾ വരികയാണെങ്കിൽ തന്നെ നല്ല എൻജോയ് ചെയ്തിട്ട് എന്താക്കുക, ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് വൃത്തിക്ക് പോവാ തിരിച്ച്. സംഭവം എന്തായാലും നേക്കാണ് മക്കളെ. ഇതൊക്കെ കാണുന്നതൊക്കെ ഗെയിംസിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇതാ യന്ത്രഊഞ്ഞാലിൻ്റെ ഇതാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ എമ്മാതിരി മെഷീനറീസ് അറിയാം ഉള്ളത്. ഭയങ്കര സംഭവം തന്നെ. അതിൻ്റെ അപ്പുറത്ത് മറ്റേ ട്രെയിൻ മെട്രോ പോണ മാതിരി അതാ പോണേ. ഇതൊക്കെ ഭയങ്കര സ്പീഡിലാണ് ഈ പോണതേ. നമ്മളിങ്ങനെ വീഡിയോ കാണുമ്പോൾ നോക്കണ്ട, ഇത് ഭയങ്കര സൗണ്ടാക്കിയിട്ട് സ്പീഡിലാണ് ഈ പോണത്. പിന്നെ ഇതൊക്കെ കണ്ട് ഇതിൻ്റെ മേലെ തന്നെ ഞാൻ പിന്നെ ഒന്ന് എടുത്തു നോക്കി. ആ ഡിസ്പ്ലേ എങ്ങനെ പോലെ ക്രിയേറ്റ് ചെയ്ത് നോക്കിയതാണ്, അതെനിക്ക് തിരിഞ്ഞിട്ടില്ല. പിന്നെ അപ്പുറത്ത് കുറേ ആൾക്കാർ ആടുന്നുണ്ട്, ഊഞ്ഞാൽ ഇങ്ങനെ പറപ്പിച്ചിട്ട് കുറേ എണ്ണം ഓടുന്നുണ്ട്. മക്കൾ ഓടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്റ്റേജ് മേൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതാണ് ഗൈസ് ചൈനൻ്റെ പവലിയൻ ഉണ്ടോ. അപ്പോൾ ചൈനൻ്റെ പവലിയനിൽ എന്തൊക്കെ കിട്ടുകയെന്ന് നോക്കിയിട്ട് ഞങ്ങൾ കയറിയിട്ടുണ്ട്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഈ ബാഗും ഡ്രസ്സുകളും. നമ്മൾ ഇന്ത്യൻ പവലിയനിൽ അതിനെക്കാട്ടി ടോപ്പാണ്. പിന്നെ അവരെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, വലിയ സംഭവം തോന്നിയിട്ടൊന്നുമില്ല. അത് പിന്നെ നേരെ കാണുന്ന സ്റ്റേജാണ്. സ്റ്റേജിൽ പരിപാടി തുടങ്ങി, അതൊക്കെ കണ്ട്. പിന്നെ ഇവിടെ മക്കളൊരു കളി കണ്ട്. എന്ത് രസമാണ്, മക്കളിങ്ങനെ ഓടുക, കുറേ എണ്ണത്തിൻ്റെ മേത്ത് വെള്ളം തെറിക്കുന്നുണ്ട്. നല്ലൊരു വെറൈറ്റി. ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ. ഇതൊക്കെ കളിക്കണമെങ്കിൽ പൈസ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. അതാ അതിൻ്റെ മേത്തേക്ക് വെള്ളം തെറിച്ച്. ഇതെല്ലാം രസമുണ്ടായിരുന്നു. കുട്ടികൾ നല്ല എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ട്. എന്നിട്ടില്ല മൊത്തത്തിൽ ലൈറ്റൊക്കെ എത്തി. പിന്നെ അതിനുള്ളിൽ കൂടെ മക്കൾ ഓടുന്നു, കുറേ മക്കളെ മേത്ത് തെറിക്കുന്നുണ്ട്. എന്താ അപ്പോൾ കളി. എന്തായാലും മക്കളെ ഫാമിലി ഉള്ളവരൊക്കെ കൊണ്ടുവന്നോളിട്ടോ. ഇതൊക്കെ ഫ്രീ ആണ് ഇവിടെ. കുട്ടികളൊക്കെ കൊണ്ടുവന്ന് ഓരോ ദിവസം എൻജോയ് ചെയ്ത് പോവുക. ഇത് പെട്ടെന്ന് പോയിട്ട് പിന്നെ ഒരൊറ്റ വരുത്താ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവരെ മേത്തേക്ക്. ഇത് പിന്നെ ഡ്രാഗനാണ് കേട്ടോ. ആ കാണുന്ന ഡ്രാഗനെ ക്രിയേറ്റ് ചെയ്തിട്ട് വെള്ളത്തിൽ വെച്ചിട്ട് ഫുള്ള് ലേസർ ഷോ, പാട്ടിട്ടിട്ട് ഫുൾ ലേസർ. എന്താ രസം അറിയാം അതൊക്കെ. ആ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് ലൈറ്റ് കൊണ്ടുള്ളൊരു ബഹളം തന്നെ. ഇത് എത്രമാത്രം ക്ലിയർ ആകുന്നുണ്ട് എനിക്ക് തിരിയുന്നില്ല. കണ്ടില്ലേ, ആ ഡ്രാഗൺ ഇങ്ങനെ ലേസർ കൊണ്ട് കളിച്ചിട്ടുണ്ടല്ലോ, എന്ത് രസമാണ്. അങ്ങനെ വെറൈറ്റി കളേഴ്സാണ് വരുന്നത് അതിന്.